പി രാജീവ്, അതായത് മുൻ നിയമമന്ത്രിയും മുൻ വ്യവസായ മന്ത്രിയും ഒക്കെയായ പി രാജീവ് വി ഡി സതീശനെ ആക്ഷേപിച്ചിരുന്നു നേരത്തെ. എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ശരീരഭാഷ ശരിയല്ല, ഉത്തരം പറയുന്ന രീതി ശരിയല്ല എന്നൊക്കെ പി രാജീവ് പറഞ്ഞതിനുള്ള മറുപടിയായിട്ട് വി ഡി സതീശൻ ഒരു കാര്യം പറഞ്ഞു കേട്ടോ. വി ഡി സതീശൻ പറഞ്ഞത് പി രാജീവ് ചിന്തകനാണ്, ഇങ്ങനെയൊക്കെയാ പറഞ്ഞത്. പി രാജീവ് ചിന്തകനാണ്, ബുദ്ധിജീവിയാണ്, എഴുത്തുകാരനാണ്, പ്രഭാഷകനാണ്, ആക്കീതാണ്. പക്ഷേ വളരെ സീരിയസ് ആയിട്ടാണ് സതീശൻ പറയുന്നത് കേട്ടോ. പി രാജീവ് എന്ന് പറയുന്നത് എന്നെ പോലെയല്ല, അങ്ങനെ പറയുന്നത്. പി രാജീവ് എന്നെ പറ്റി, എന്റെ ശരീരഭാഷ ശരിയല്ല, എന്റെ സംസാരം ശരിയല്ല എന്നൊക്കെ പി രാജീവ് പറയുന്നത് ഞാൻ കേട്ടു. പി രാജീവ് ഒരു വലിയ ബുദ്ധിമാനാണ്, നല്ല പണ്ഡിതനാണ്, ചിന്താശേഷിയുള്ള ആളാണ്, ചിന്തകനാണ്, എഴുത്തുകാരനാണ്, പ്രഭാഷകനാണ്. പക്ഷേ ഞാനൊരു സാധാരണ മനുഷ്യനാണ്. വി ഡി സതീശൻ എന്ന് പറയുന്ന ഞാൻ ഒരു സാധാരണ മനുഷ്യനാണ്. എനിക്ക് രസം തോന്നിയാൽ ഞാൻ പൊട്ടിച്ചിരിക്കും, എനിക്ക് സന്തോഷം വന്നാൽ ഞാൻ പൊട്ടിച്ചിരിക്കും, എനിക്ക് സങ്കടം വന്നാൽ ഞാൻ കരയും, എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ ചോദിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഞാൻ എന്ന് വളരെ പ്ലെയിൻ ആയിട്ട് പറഞ്ഞു വെക്കുകയാണ് കേട്ടോ. പിന്നെ പി രാജീവ് കുറ്റപ്പെടുത്തിയ ഈ ഗവൺമെന്റ് പ്ലീഡർമാരുടെ എണ്ണം കൂടി എന്നൊക്കെ എന്നതിനെ വളരെ വസ്തുതാപരമായി പി രാജീവ് നിയമമന്ത്രിയായിരുന്നപ്പോൾ, പണ്ട് എ കെ ബാലൻ നിയമമന്ത്രിയായിരുന്നപ്പോൾ 10 പേരെ കൂടുതലായി നിയമിച്ചു, പി രാജീവ് 6 പേരെ കൂടുതലായി നിയമിച്ചു, 16 പേരെ കൂടുതലായി നിയമിച്ചു. പക്ഷേ ഈ സർക്കാർ അത്രയൊന്നും കൂടുതലായിട്ട് ഗവൺമെന്റ് പ്ലീഡർമാരെ നിയമിച്ചിട്ടില്ല. മാത്രമല്ല പഴയ പോലെയല്ല, ഇപ്പൊ കേസുകൾ ഒരുപാട് കിടക്കുന്നു, ഒരുപാട് കേസുകൾ. നിങ്ങൾക്ക് തന്നെ അറിയാലോ അല്ലെ, പണ്ട് ഈ പിണറായി വിജയൻ സർക്കാരുമായി ബന്ധപ്പെട്ട കേസുകൾ തന്നെ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. അപ്പൊ സർക്കാരുമായി ബന്ധപ്പെട്ട ഒരുപാട് കേസുകളുണ്ട്. അപ്പൊ കേസുകൾ വാദിക്കണമെങ്കിൽ, കേസുകളുടെ കാര്യം നോക്കണമെങ്കിൽ ഗവൺമെന്റ് പ്ലീഡർമാർ അത്യാവശ്യമാണ്. അപ്പൊ ഗവൺമെന്റ് പ്ലീഡർമാരുടെ എണ്ണം കൂടിപ്പോയി എന്നൊന്നും പറഞ്ഞിട്ട് ആരും ഇങ്ങനെ ഇങ്ങോട്ടേക്ക് എന്താ പറയാ മുറത്തിൽ കയറി കൊത്തണ്ട. കാരണം നിങ്ങളുടെ കാലത്ത് നിങ്ങൾ എത്രമാത്രം പ്ലീഡർമാരെ കൂടുതലായി നിയമിച്ചിട്ടുണ്ട് എന്ന് കണക്കുകൾ മുന്നിലിട്ടുകൊണ്ട് സതീശൻ അവരെ, ഈ മാധ്യമപ്രവർത്തകരെ, ഇത് സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ച മാധ്യമപ്രവർത്തകരുടെ വായില് നല്ല എന്താ പറയാ തിരിച്ചടി തന്നെയാണ് സതീശൻ കൊടുത്തത് കേട്ടോ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു കാര്യം എന്താ അറിയോ? അതായത് ഒരു കാര്യം, ഈ കോൺഗ്രസിന്റെ പോഷക സംഘടന നൽകുന്ന ലിസ്റ്റിൽ ഒപ്പിടാനല്ല ഞാൻ ഇരിക്കുന്നതെന്ന് സതീശൻ പറഞ്ഞു. അതായത് കോൺഗ്രസിന്റെ പോഷക സംഘടന തരുന്ന ലിസ്റ്റിൽ ഒപ്പിടാനല്ല മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഞാൻ ഇരിക്കുന്നത് എന്നാണ് ഈ ഗവൺമെന്റ് പ്ലീഡർമാരുടെ കാര്യം സംബന്ധിച്ച്. അതായത് ഈ ഗവൺമെന്റ് പ്ലീഡർമാരുടെ ലിസ്റ്റില് പഴയ SFIക്കാരുണ്ട്, പഴയ BJPക്കാരുണ്ട്. ഇതായിരുന്നു ആരോപണം. അതായത് സർക്കാർ നിയമിച്ച ഈ പുതിയ ഗവൺമെന്റ് പ്ലീഡർമാർ, അതിൽപ്പെട്ട 2 പേർ, ഒരാള് പഴയ SFIക്കാരനാണ്, ഒരാള് പഴയ ABVPക്കാരനാണ്. എന്ന് പറഞ്ഞാൽ ഒരു CPMകാരനെയും ഒരു BJPക്കാരനെയും ഗവൺമെന്റ് പ്ലീഡറാക്കി എന്നാണ് ആരോപണം. ഇത് ലോയേഴ്സ് കോൺഗ്രസ് ആണ് ആരോപണം ഉന്നയിച്ചതെന്നാണ് മാധ്യമപ്രവർത്തകർ പറഞ്ഞത്. അപ്പൊ സതീശൻ പറഞ്ഞു, ലോയേഴ്സ് കോൺഗ്രസ് അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ച കാര്യം എനിക്കറിയില്ല. എന്റെ മുമ്പിൽ ലോയേഴ്സ് കോൺഗ്രസിന്റെ പ്രതിനിധികളാരും ഇത്തരത്തിലൊരു പ്രതിഷേധം അല്ലെങ്കിൽ അവരുടെ അത്തരത്തിൽപ്പെട്ട ഒരു ആരോപണം ഒന്നും എന്നോട് ആരും പറഞ്ഞിട്ടില്ല. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ട് എന്ന് ആണെങ്കിൽ തന്നെ അത് ശരിയല്ല. കാരണം ഈ ആളുകളൊക്കെ നിയമിച്ചത് ലിസ്റ്റ് എടുത്ത് കാണിച്ചു. സതീശൻ ലിസ്റ്റ് എടുത്ത് കാണിച്ചിട്ട് പറയാണ്, ലോയേഴ്സ് കോൺഗ്രസ് സജസ്റ്റ് ചെയ്ത ആളുകളെയാണ് നിയമിച്ചത്. ലോയേഴ്സ് കോൺഗ്രസിന്റെ ലിസ്റ്റിൽപ്പെട്ട ആളുകളെയാണ് നിയമിച്ചത്. ആരോപണ വിധേയരാണ് എന്ന് പറയുന്ന ഈ 2 പേരും ഈ ലിസ്റ്റിലുണ്ട്. പിന്നെ ലോയേഴ്സ് കോൺഗ്രസ് എങ്ങനെയാണ് ആക്ഷേപം ഉന്നയിക്കുക? അവര് തന്ന ലിസ്റ്റിൽപ്പെട്ട ആൾക്കാരെയാണ് നിയമിച്ചത്. ഇനി മറ്റൊന്ന്, യൂണിവേഴ്സിറ്റി കോളേജിലെ KSU ഭാരവാഹികള് എന്താ പറയാ തരുന്ന ലിസ്റ്റ്, അല്ലെങ്കിൽ KSU ഭാരവാഹികൾ പറയുന്നു ഈ 2 പേരെ നിയമിക്കാൻ പാടില്ല, തങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ നിയമിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനെന്നെ കിട്ടില്ല. അതായത് ഗവൺമെന്റ് പ്ലീഡർമാർ ആരായിരിക്കണമെന്ന് KSUക്കാർ തീരുമാനിക്കണ്ട. ഇങ്ങനെ പറയാൻ വി ഡി സതീശൻ അല്ലാതെ മറ്റാർക്കാ ധൈര്യം വരിക? നമ്മൾ നേരത്തെ കണ്ടതല്ലേ ഈ VM സുധീരൻ അല്ലെ, ഈ മറ്റേ ബാറിന്റെ വിഷയത്തിൽ എന്ന് പറഞ്ഞ ഈ നമ്മുടെ ബക്കാർഡി കമ്പനിയുമായിട്ടുള്ള വിഷയത്തിൽ മദ്യത്തിന് നികുതി കുറച്ചു എന്ന് പറയുന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ VM സുധീരൻ എന്തൊക്കെ പറഞ്ഞു അല്ലെ, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കി. ഇപ്പം VM സുധീരനെ കാണാനില്ലല്ലോ. VM സുധീരനെ പറ്റി ഒരു അഡ്രസ്സും ഇല്ലല്ലോ. കാരണം സതീശൻ വളരെ കൃത്യമായി സതീശന്റെ നിലപാട് എന്താണെന്ന് സതീശൻ പറഞ്ഞു, സതീശൻ അത് ചെയ്തു. അല്ല, VM സുധീരൻ അവിടുത്തെ പറഞ്ഞോട്ടെ, VM സുധീരനെ തിരുത്താനോ മറുപടി പറയാനോ ഒന്നും സതീശൻ പോയില്ല. സതീശൻ ഒരു കാര്യം തീരുമാനിച്ചു, സതീശൻ ആ കാര്യം നടത്തി. അത്ര തന്നെ.
PM നിയാസ്, കോഴിക്കോട്ടെ PM നിയാസ് മറ്റേ നമ്മുടെ ആരാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അല്ലെ, തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് ശേഷാദ്രിനാഥിനെ നിയമിച്ചത് അയാൾ സംഘപരിവാർക്കാരനാണെന്ന് പറഞ്ഞാണ്ട് ഇവിടുന്ന് കോഴിക്കോട്ടുകാരനായ PM നിയാസ്, KPCC ജനറൽ സെക്രട്ടറി ആയ PM നിയാസ് അവിടെ പോയി കണ്ട് സതീശനെ കാണാൻ വേണ്ടി ശ്രമിച്ചു, നടന്നില്ല. ഒരുപാട് കുത്തിത്തിരിപ്പുകളും ബഹളങ്ങളും പത്രസമ്മേളനങ്ങളും ഒക്കെ മൂപ്പര് നടത്തി. ഒരു പ്രശ്നം ഉണ്ടാവില്ല. സതീശൻ താൻ നേരത്തെ തീരുമാനിച്ച പ്രകാരം ശേഷാദ്രിനാഥിനെ എന്താ പറയാ ഗവർണർക്ക് ആ ഒരു എന്താ പറയാ ആ നിർദ്ദേശം വെച്ചു. ഗവർണർ അദ്ദേഹത്തെ തന്നെ ഈ ഇലക്ഷൻ കമ്മീഷണറായിട്ട് തീരുമാനിച്ചു. കഴിഞ്ഞു, നിയമനങ്ങൾ നടത്തി കഴിഞ്ഞു. അപ്പൊ VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇങ്ങനെയാണ്, ഇതാണ് വേണ്ടത്, ഇതാണ് ഒരു മുഖ്യമന്ത്രി അല്ല. അഭിപ്രായങ്ങൾ 100,000 അഭിപ്രായങ്ങൾ ഉണ്ടാവുന്നേ. പ്രത്യേകിച്ച് കോൺഗ്രസ് ആകുമ്പോൾ KSUക്കാർ അഭിപ്രായം പറയും, യൂത്ത് കോൺഗ്രസ്സുകാരന് അഭിപ്രായം പറയും, മൂത്ത ഈ VM സുധീരനെ പോലുള്ള ഈ മൂത്ത കോൺഗ്രസ്സുകാർ അഭിപ്രായം പറയും. ഇവരുടെയൊക്കെ അഭിപ്രായം കേൾക്കാൻ തുടങ്ങിയാൽ പിന്നെ ഭരണം നടത്താൻ പറ്റുമോ? പണ്ട് ഞാൻ പലപ്പോഴും പറയാറുള്ളത് അച്ഛനും മോനും കഴുതയെ കൊണ്ടുപോകുന്ന പോലെ അല്ലെ. കഴുതയെ എങ്ങനെ നടത്തിച്ചു കൊണ്ടുപോയപ്പം വഴി വക്കിലുള്ള ആളുകൾ ചോദിച്ചു, ആ പ്രായമായ അച്ഛനെ ഒന്ന് കഴുതപ്പുറത്ത് കയറ്റിക്കൂടെ, ഇങ്ങനെ നടത്തിക്കണോ ആ പാവം മനുഷ്യനെ? അങ്ങനെയാണ് ആ വയസ്സായ മനുഷ്യനെ കഴുതപ്പുറത്ത് കയറ്റി കണ്ട് ഇങ്ങനെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വേറെ ചില ആൾക്കാർ പറഞ്ഞത്, ഈ അച്ഛന് ഉളുപ്പുമാനുണ്ടോ, അച്ഛൻ കഴുതപ്പുറത്ത് കയറിയിരിക്കുക, പാവം കുട്ടീനെ ഇങ്ങനെ നടത്തിപ്പിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങി കുട്ടീനെ കഴുതപ്പുറത്ത് കയറ്റി അങ്ങനെ കുറച്ച് ദൂരം പോയി. അപ്പോഴാണ് വേറെ കുറെ ആൾക്കാർ പറയുന്നത്, ഇതെന്തൊരു കഷ്ടമാണ് ഇത് ചെയ്യുന്നത്, ഈ കഴുത, ഒരു പാവം കഴുത, അതിന്റെ മുഖത്ത് ഇങ്ങനെ അതിന് മേലെ ഇങ്ങനെ ഈ കുട്ടീനെ കയറ്റി ഇരുത്തണോ, ആ കഴുത എത്രമാത്രം നടന്ന് ക്ഷീണിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഈ അച്ഛനും മോനും കൂടിയും ഒരു മുളയെടുത്ത് ആ മുളന്റെ മേലെ കഴുതനെ കെട്ടിയിട്ട് ആ മുള എന്താ പറയാ തോളിൽ തൂക്കിയിട്ട് കഴുതനെ തൂക്കിയിട്ട് ഇവരിങ്ങനെ നടന്നു പോയതാണ് പഴയ കഥ. എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരുടെയും അഭിപ്രായം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇമാതിരി കോമാളികളാവും. നമ്മളൊരു തീരുമാനം എടുക്കുക. കാരണം VD സതീശനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ വീക്ഷണങ്ങളുണ്ട്, കൃത്യമായ വിഷനുണ്ട്. കേരളത്തെ എങ്ങനെ വികസന പന്ഥാവിലേക്ക് നയിക്കാം. കഴിഞ്ഞ 10 വർഷം വികസനം വഴിമുട്ടി നിൽക്കുകയായിരുന്നു കേരളത്തിൽ അല്ലെ. പഴകി പതിഞ്ഞ ഭരണരീതികള് ആകെ കേന്ദ്രം തന്നില്ല. എല്ലാ ദിവസവും നമ്മൾ കേൾക്കുന്നതാണ്, കേന്ദ്രം തന്നില്ല. എന്ത് ചോദ്യം ഉണ്ടെങ്കിലും അല്ലല്ല പ്രശ്നം കേന്ദ്രം തന്നില്ല. ഇതാണ് ഇതിങ്ങനെ ആവർത്തിക്കുകയാണ്. ഇവിടുത്തെ പൈസ കിട്ടണമെങ്കിൽ ലോട്ടറി വിട്ടിട്ട് പൈസ, അല്ലെങ്കിൽ മറ്റേ മദ്യ വിൽപ്പനയോടെയുള്ള പൈസ, അതായത് ഈ മദ്യവിൽപ്പന, ലോട്ടറി വിൽപ്പന, ഇതിന്നുള്ള നികുതി, പിന്നെ ജനങ്ങളുടെ മുതുകത്ത് കെട്ടിവെക്കുന്ന നികുതി ഭാരം അല്ലെ, സേവന വ്യവസ്ഥകൾക്ക്, സേവന രംഗത്ത് അതിനുള്ള ചാർജുകൾ കൂട്ടുക, വൈദ്യുതി ചാർജ് കൂട്ടുക, വെള്ളക്കരം കൂട്ടുക, അങ്ങനെ നികുതി വർദ്ധിപ്പിക്കുക ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് ആകെ ഈ ധനാഗമ മാർഗം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽപ്പെട്ട കാര്യങ്ങൾ മാത്രം. ഇങ്ങനെയല്ലേ കഴിഞ്ഞ 10 വർഷം ഭരിച്ചോണ്ട് വന്നത്. VD സതീശൻ പറയുന്നു നികുതി വർദ്ധിപ്പിക്കുന്നതിന് പ്രശ്നമില്ല, ഇവിടെ നമുക്ക് എങ്ങനെയാണ് സാമ്പത്തികമായ ഒരു സുസ്ഥിരത ഉണ്ടാക്കുക. ഇതിനാണ് ഒരു വൻ പദ്ധതി, ഒരു വിഷൻ സമുദ്ര എന്ന് പറയുന്ന ഒരു കാരണം നമുക്ക് 600 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള കടൽ തീരമുണ്ട്, വിവിധ തുറമുഖങ്ങളുണ്ട്. ഇതിനെ പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ എന്താ പറയാ വികസനത്തിലേക്കുള്ള ഒരുപാട് വഴികളുണ്ട്. അത്തരത്തിൽപ്പെട്ട വഴികളെ കുറിച്ചാണ് സതീശൻ ചിന്തിക്കുന്നത്. അതിനുള്ള കർമ്മ പരിപാടികളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. സംസ്ഥാനത്തിന് ഏത് രീതിയിലാണ് വികസനം യാഥാർത്ഥ്യമാക്കേണ്ടത്, അതിനുള്ള വഴികളാണ് വിഴിഞ്ഞം ഉൾപ്പെടെ മറ്റു തുറമുഖങ്ങൾ ഉൾപ്പെടെ ആ രീതിയിലുള്ള ഒരു വിശാലമായ അല്ലെങ്കിൽ പഴയതിൽ നിന്ന് വിഭിന്നമായ കാഴ്ചപ്പാടാണ്. അതിനാണ് നിയോ ലിബറലിസം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് സ്ഥിരം പാടുന്ന പല്ലവിയാണല്ലോ. ഇത് നിയോ ലിബറലിസം ആണ്, ഇത് അദാനിക്ക് കാഴ്ചവെക്കലാണ്. അദാനി ഇവരുടെ പാർട്ട്ണർ ആയിരുന്നില്ലേ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സതീശന് വളരെ കൃത്യമായ വീക്ഷണമുണ്ട്. അതിന് പാര വെക്കാൻ വേണ്ടിയിട്ട് VM സുധീരനല്ല, ഇങ്ങേ പുറത്തേക്ക് KSUവിന്റെ ഭാരവാഹികൾ ആരും വന്നാലും സതീശന് ഇതൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. കാരണം സതീശന് അറിയാം എങ്ങനെ ഭരിക്കണമെന്ന്, എങ്ങനെ റിപ്പോർട്ടർമാർക്ക് എന്ത് മറുപടി കൊടുക്കണം, എങ്ങനെ സംസാരിക്കണം, ഇതൊക്കെ സതീശന് അറിയാം. അതാണ് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ബാക്കി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.